പോലീസിനും സർക്കാർ വാഹനങ്ങൾക്കും ഇന്ധന വിതരണം നിർത്തുമെന്ന് പമ്പുടമകൾ. അടുത്ത മാസം 1 മുതൽ ഇന്ധനം നൽകാനാകില്ലെന്ന് പെട്രോൾ പമ്പുടമകളുടെ സംഘടന. കുടിശ്ശിക ഇനത്തിൽ സർക്കാർ നൽകാനുള്ളത് 2000 കോടി രൂപ. സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി നൽകുന്നതാണ് പെട്രോൾ പമ്പുടമകളുടെ സംഘടനയുടെ തീരുമാനം. പോലീസിനും സർക്കാർ വാഹനങ്ങൾക്കും ഇന്ധനം വിതരണം ചെയ്ത വകയിൽ 2000 കോടി രൂപയാണ് സർക്കാർ നൽകാനുള്ളത്. പോലീസ് വാഹനങ്ങൾക്ക് മാത്രം ഇന്ധനം അടിച്ച വകയിൽ പമ്പുടമകൾക്ക് ലഭിക്കാനുള്ളത് 200 കോടി രൂപ. ഭീമമായ തുക കുടിശ്ശികയുള്ളതിനാൽ ഇന്ധന വിതരണം നിർത്താനാണ് പെട്രോൾ പമ്പുടമകളുടെ തീരുമാനം. സംസ്ഥാന ഗവൺമെന്റ് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. അതിനേക്കാൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 1000-ഓളം പോലീസിനും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനുമൊക്കെ ഇന്ധനം കൊടുക്കുന്ന പെട്രോൾ പമ്പുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മുഖ്യമായി പോലീസ് വാഹനങ്ങൾക്ക് കൊടുത്തതിൻ്റെ വകയായിട്ട് കഴിഞ്ഞ ഡിസംബർ 31 നമ്മൾ നിർത്തിവെക്കുന്നത് പറഞ്ഞിരുന്നെങ്കിലും അന്ന് അടിയന്തരമായി DGPയും ഗവൺമെൻറ്റും ഒക്കെ ഇടപെട്ട് ഒരു 2-3 മാസ പണം ലഭിക്കുകയും അതിനുശേഷം ജനുവരിയോടുകൂടിയെല്ലാം ക്ലിയർ ചെയ്യാമെന്നുള്ള വ്യവസ്ഥയിലാണ് ഞങ്ങൾ വീണ്ടും ഇന്ധനം കൊടുക്കാൻ തുടങ്ങിയത്. പക്ഷേ അന്ന് സമരം ഞങ്ങൾ ഉപേക്ഷിച്ചതിന് ശേഷം പിന്നെ ഇതുവരെ ഒരു പൈസ പോലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടില്ല, മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കിട്ടിയിട്ടില്ല. കുടിശ്ശിക തുക നൽകുന്നതിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട പെട്രോൾ പമ്പ് ഉടമകൾ ചീഫ് സെക്രട്ടറിക്കും DGPക്കും കത്ത് നൽകിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാൽ പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം അടിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അടുത്തിടെ പോലീസ് സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാർ വാഹനങ്ങൾക്കും പോലീസ് വാഹനങ്ങൾക്കും ഇന്ധനം ലഭിക്കാതിരുന്നാൽ പ്രതിസന്ധി രൂക്ഷമാകും. ജനം, തിരുവനന്തപുരം.